ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നു. എന്നാൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഗൾഫിലേക്കുള്ള ആക്രമണത്തിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. ഖത്തറിലെ അമേരിക്കൻ എംബസിയിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചു. സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. സുരേഷ്, ഈ ഖത്തറിലേക്കുള്ള ആക്രമണത്തിൽ വലിയ കനത്ത ജാഗ്രതയാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ മറ്റ് ഗൾഫ് മേഖലയിലെ ആക്രമണത്തിൽ നേരിയ കുറവും വന്നിട്ടുണ്ടല്ലോ. ഈ ഖത്തർ ഭയപ്പെടുന്നത് ഏത് തരം ആക്രമണം ഉണ്ടാവുമെന്നാണ് വിശദാംശങ്ങൾ ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്നത് എന്തൊക്കെ? മോത്തി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് വലിയ ശബ്ദം എല്ലായിടത്തുനിന്നും കാണാമായിരുന്നു. അപ്പോൾ ഒരു ശബ്ദം, ഉഗ്രസ്ഫോടന ശബ്ദമോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും പേടി അത് ഡ്രോൺ ആണോ മിസൈലാണോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം ഒക്കെ മാറിയിട്ടുണ്ട്. സമാധാനം, ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ ക്രമേണ തിരിച്ചു വരികയാണ്. അപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണ സംഭവങ്ങൾ, മിസൈൽ ആക്രമണവും അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി വന്നത് സൗദി അറേബ്യയിൽ നിന്നുമാണ്. സൗദി അറേബ്യയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെയായി 3 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണ ശ്രമങ്ങളാണ് സൗദി അറേബ്യക്ക് നേരെ നടന്നത്. ആ 3 ആക്രമണ ശ്രമങ്ങളും പരാജയപ്പെടുത്തിയതായി സൗദി അറേബ്യ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ മോദി സൂചിപ്പിച്ചതുപോലെ ഖത്തറിലേക്ക് പുതിയ ആക്രമണ ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഖത്തറിലെ അമേരിക്കൻ എംബസിയിൽ അതീവ ജാഗ്രത പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദുബായിലെ അമേരിക്കൻ കോൺസുലേറ്റിലേക്കും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ അമേരിക്കൻ എംബസിക്കും ഒക്കെ നേരെ ആക്രമണ ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് GCCയിലെ മറ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള അമേരിക്കൻ എംബസിയിലും എംബസിയുടെ പരിസരങ്ങളിലുമൊക്കെ അതീവ ജാഗ്രത പുലർത്തുന്നത്. അത് ഖത്തറിലും തുടരുകയാണ്. അതോടൊപ്പം ബഹ്റൈൻ, കുവൈറ്റ് അടക്കമുള്ള മേഖലകളിലും അതീവ ജാഗ്രത തുടരുന്നുണ്ട്. പൊതുവെ സമാധാനപരമാണ്. അതേസമയം വിമാനയാത്രയുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക അതുപോലെ തുടരുന്നുമുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർക്ക് വിമാനയാത്രയുടെ സാധ്യത എത്രത്തോളമാണ്? ഏതൊക്കെയോ സർവീസുകളൊക്കെ അവരുടെ സർവീസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു വിമാന കമ്പനികളിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോദി, വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത്, അതായത് നമുക്കിപ്പോൾ പുതിയ ബുക്കിംഗ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇന്ന് ദുബായിലേക്ക് പോകാൻ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു, എനിക്കിന്നിപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. അതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. കാരണം മുൻപ് ഇവിടെ പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 27,000-ഓളം ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ അക്കാര്യമാണ് വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ നിലവിൽ അവിടെ പെട്ടുപോയിട്ടുള്ള ആളുകളെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള അടിയന്തര സർവീസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വിമാന കമ്പനികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്തിഹാദ് ആണെങ്കിലും, ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, എല്ലാ സർവീസുകളും, എയർ അറേബ്യ, എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ചിലപ്പോൾ കൂടുതൽ ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഫ്ലൈറ്റുകളിലേക്കൊക്കെ ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ ആ ടിക്കറ്റുകൾ കിട്ടണമെങ്കിൽ നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റിന്റെ ഒരു എത്രയോ ഇരട്ടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 800 ദിർഹമാണ് കൊടുക്കേണ്ടിയിരുന്നതെങ്കിൽ ചില ടിക്കറ്റുകൾ ഞാൻ ഇന്നലെ നോക്കുന്ന സമയത്ത് 2000 ദിർഹത്തിന് മുകളിലാണ് ചിലയിടത്തൊക്കെ. അത് 5000 വരെ എത്തുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊരു നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയം ബുക്ക് ചെയ്ത് അവിടെ പെട്ടുപോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നിരക്കിൽ തന്നെ വരാൻ പറ്റും. പുതിയ ടിക്കറ്റുകൾ എടുക്കാൻ സാധാരണക്കാരെ കൊണ്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സാധ്യമാകില്ല.